കോടതി തന്ന വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ വിധി കൊണ്ട് തൃപ്തരാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. കോടതി ചെയ്തത് നല്ല കാര്യം തന്നെ. പക്ഷേ നമുക്ക് ഇതിനപ്പുറം അവനെ തൂക്കിക്കൊല്ലയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി അവർ ഇനി പോരാടുമെന്ന് പറയുന്ന വക്കീലുമായിട്ട് ആലോചിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാനാണ് താല്പര്യം. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതെ അതെ. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച ശേഷമുള്ള ഡോക്ടർ വന്ദനയുടെ കുടുംബത്തിന്റെ പ്രതികരണമായിരുന്നു ഇത്. നിയമത്തിന് കൊടുക്കാൻ പറ്റുന്ന വിധി ഇതായിരിക്കും. വധശിക്ഷ എന്നതിനേക്കാളുപരി തങ്ങളുടെ മകൾ അനുഭവിച്ച വേദന പ്രതി അറിയണം. പ്രാണഭയത്താൽ അവൾ ഓടിയപ്പോൾ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവളുടെ ശരീരത്തിലേറ്റ 27 കുത്തുകൾ, ഒരു കൈയിലെയും കാലിലെയും മാംസത്തോടെ അടർന്ന ശരീരം. ആ വേദനയെല്ലാം അവൻ അറിയണം. അങ്ങനെയുള്ള ശിക്ഷ കിട്ടണം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ സംഭവം നടന്ന് 2.5 വർഷത്തിന് ശേഷമാണ് പ്രതിക്കുള്ള ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. കേസിലെ വിധി തൃപ്തരല്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302-ാം വകുപ്പ് പ്രകാരം 2 തരത്തിലുള്ള ശിക്ഷകളാണ് കോടതിക്ക് നൽകാൻ സാധിക്കുന്നത്. അതൊന്ന് ജീവപര്യന്തം തടഞ്ഞ് കഴിഞ്ഞ തടവും, അതല്ലെങ്കിൽ അപൂർവമായ കേസാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വധശിക്ഷയും കോടതിക്ക് അനുവദിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇത് അപൂർവമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് 302 പ്രകാരമുള്ള അടുത്ത ശിക്ഷയായ ജീവപര്യന്തം കഠിന തടവ് കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. അതിന്റെ കാര്യത്തിനകത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302-ാം വകുപ്പ് പ്രകാരം 1 ലക്ഷം രൂപ പിഴ കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. അത് കൂടാതെ മറ്റു വകുപ്പുകൾക്കും കോടതി പിഴ ഉത്തരവുണ്ടായിട്ടുണ്ട്. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ആഗ്രഹിച്ചത് ഒരു പെൺകുട്ടിയുടെ, യുവ ഡോക്ടറുടെ ജീവനെടുത്ത പ്രതി സന്ദീപിന് തൂക്കുകയർ വിധിക്കുമെന്നായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ. അതായത് ഒരു ജോലി ചെയ്യുന്നതിനിടെ ആശുപത്രിയിൽ കയറി ഒരു ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവം, ഒരു യുവ ഡോക്ടറുടെ മരണം, ഒരു കുടുംബത്തിൻ്റെ ഏക മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, അങ്ങനെയുള്ള ഒരു അനുഭവം ഒരുപക്ഷെ ഇനി ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകരുത്. ഇതുപോലുള്ള കൊടും കുറ്റവാളിക്ക് തൂക്കുകയർ വിധിക്കണം, പരമാവധി ശിക്ഷ വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം എന്നാൽ മാത്രമേ ഡോക്ടർ വന്ദനയ്ക്ക് നീതി കിട്ടുകയുള്ളൂ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, വിധി വന്നപ്പോൾ ജീവപര്യന്തം അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഈ ശിക്ഷാവിധിയിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്? വളരെ സുപ്രധാനമായ വിധിയാണ് ഇന്ന് കൊല്ലം സെഷൻസ് കോടതി പുറപ്പെടുവിച്ചത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് ഇത് പരിഗണിക്കണം എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. പക്ഷേ ഇത് കോടതി പരിഗണിച്ചില്ല. കാരണം അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് ഈ കേസ് പരിഗണിക്കണമെങ്കിൽ ഈ മുൻവൈരാഗ്യം തുടങ്ങിയ ചില നിബന്ധനകൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തി. അതിലാണ് ജീവപര്യന്തം ഈ കേസ് നിലനിൽക്കും. 302 വകുപ്പ് പ്രകാരം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 302 കൊലപാതകം നടന്നു എന്നുള്ളത്, കൊലപാതകം പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് കോടതി അംഗീകരിക്കുകയായിരുന്നു. ജീവപര്യന്തം തടവ് 1 ലക്ഷം രൂപ പിഴയാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് 6 മാസം കൂടി 6 മാസം തടവും അനുഭവിക്കണം. അതുപോലെ തന്നെ IPC 307 ചുമത്തിയിട്ടുണ്ട്. കൊലപാതക ശ്രമമാണ്. 10 വർഷം തടവും 50,000 രൂപ പിഴയും ആണ്. അതുപോലെ തന്നെ പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 മാസം കൂടി ശിക്ഷ അനുഭവിക്കണം. IPC 306 ചുമത്തിയിട്ടുണ്ട്. ആയുധം ഉപയോഗിച്ച് ഗുരുതരമായിട്ട് പരിക്കേൽപ്പിക്കൽ നിയമമാണ്. 10 വർഷം തടവിനാണ് ശിക്ഷിച്ചിരിക്കുന്നത്. 25,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്.
ചുമത്തിയിട്ടുണ്ട്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 മാസമാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. അതുപോലെ തന്നെ IPC 324 ഉണ്ട്. ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ നിയമമാണ്. ഇതിൽ 1.5 വർഷം തടവിനാണ് പ്രതിയെ ശിക്ഷിച്ചിരിക്കുന്നത്. IPC 323 ഉണ്ട്. സാധാരണ പരിക്കാണ്. ഇതിന് 3 മാസ തടവാണ്. അതുപോലെ തന്നെ IPC 321 സ്വമേധയാ പരിക്ക് വരുത്തൽ നിയമമാണ്. 2 വർഷം തടവാണ്. അതുപോലെ തന്നെ 10,000 രൂപ പിഴയും കൂടി ചുമത്തിയിട്ടുണ്ട്. IPC 341 ഉണ്ട്. തടഞ്ഞുവയ്ക്കൽ, സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തില്ല. അതായത് വന്ദനദാസിനെ ആശുപത്രിയിൽ തടഞ്ഞു നിർത്തി കുത്തിക്കൊലപ്പെടുത്തിയതായിട്ടാണ് ഈ കേസിൽ തെളിയിക്കാൻ സാധിച്ചത്. അപ്പോൾ തടഞ്ഞു നിർത്തിയതിന് 1 മാസം തടവാണ് കോടതി ശിക്ഷിച്ചത്. IPC 332 പൊതു സേവനത്തിലുള്ള ആളിനെ ആക്രമിക്കൽ നിയമത്തിൽ വരുന്നതാണ് 332. അത് 9 മാസം തടവാണ്. അതുപോലെ തന്നെ IPC 333 ഉണ്ട്. പൊതുസേവനത്തിലുള്ള ആളിന് ഗുരുതരമായിട്ട് പരിക്കേൽപ്പിക്കൽ 2 വർഷം തടവിനാണ് അതിന് ശിക്ഷിച്ചിരിക്കുന്നത്. IPC 201 വകുപ്പ് തെളിവ് നശിപ്പിക്കൽ 2 വർഷം തടവ്, 10,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. ആശുപത്രി ജീവനക്കാരെ ഉപദ്രവിച്ചുള്ള സ്പെഷ്യൽ ആക്ട് ഉണ്ട്. അത് സ്പെഷ്യൽ നിയമത്തിൽ വരുന്ന അതിൽ 3-4 വകുപ്പുകൾ പ്രകാരമാണ് 5 വർഷം തടവിന് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. 50,000 രൂപ പിഴ ഒടുക്കണം. അതുപോലെ തന്നെ പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 മാസം കൂടി തടവ് ലഭിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏകദേശം 33 വർഷം, മറ്റ് വകുപ്പുകൾ 33 വർഷമാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ 3 വർഷം വിചാരണ കാലയളവ് കഴിഞ്ഞതിന് ശേഷം 30 വർഷമുണ്ട്. അതിനുശേഷമാണ് ജീവപര്യന്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോം, യെസ്, എന്തായാലും വിനീഷിലേക്ക് എത്താം. കാരണം ഈയൊരു വിധിക്ക് ശേഷം കുടുംബത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു കൂടി അറിയണം. നേരത്തെ നമ്മൾ അമ്മയുടെയും മുത്തശ്ശിയുടെയും വാക്കുകൾ കേട്ടതാണ്. കഴിഞ്ഞ 2.5 വർഷത്തോളം മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തിയ ഒരച്ഛനുണ്ട്. മകളുടെ ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി മകളുടെ പേരിൽ ആശുപത്രി നിർമ്മിച്ച ഒരു പിതാവ്. ഏക മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇന്നും ആ കുടുംബം അനുഭവിക്കുന്നുണ്ട്. കാരണം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. അത്ര വലിയ പ്രതീക്ഷയായിരുന്നു ആ മകൾ ഡോക്ടറായി എത്തുന്നത് കാണാൻ ആഗ്രഹിച്ച. ചെറുപ്പം മുതൽ അവളെക്കുറിച്ച് സ്വപ്നം കണ്ടൊരു പിതാവുണ്ട്. ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും, കേസ് കോടതി പരിഗണിക്കുന്ന ഓരോ കാലയളവിലും, അന്നെല്ലാ ദിവസങ്ങളിലും ഈ അച്ഛനും അമ്മയും കോടതിയിലെത്തുമായിരുന്നു. ഇന്നും മകളെ ഓർത്ത് നീറിക്കഴിയുന്ന കുടുംബം. നീതി കിട്ടിയില്ല എന്ന ഒരു വികാരമാണ് അവർ പങ്കുവെച്ചത്. സ്വാഭാവികമായും നിയമ പോരാട്ടം തുടരും. ഹൈക്കോടതിയെ സമീപിക്കും. പ്രോസിക്യൂഷനുമായി കൂടിയാലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പിതാവ് വ്യക്തമാക്കിയത്. ഇതിൽ ആശ്വാസമുണ്ട്. അത് തൽക്കാലം പറയാൻ സാധിക്കില്ല. കാരണം ചെയ്ത തെറ്റിന് പര്യാപ്തമായ ഒരു ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ പോലെ തന്നെ ഞങ്ങളും മനസ്സിൽ കാണുന്നുണ്ട്. കാരണം മോള് അകാരണമായിട്ട് ചികിത്സിച്ച് കൊണ്ടിരുന്ന ആ പേഷ്യൻ്റ് തന്നെ ഇത്രയും 10-27 പ്രാവശ്യത്തോളം കത്തി ഉപയോഗിച്ച് മാരകമായിട്ട് കുത്തി കൊന്ന് വേദന അനുഭവിച്ച എൻ്റെ മോള് 4.5 മണിക്കൂറോളം വേദന അനുഭവിച്ച എൻ്റെ മോള് ആശ്രയം ആരുമില്ലാതെ പൈശാചികമായിട്ട് കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷം 2 വർഷവും 10 മാസവും 11 ദിവസവും ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ഈ പ്രതിക്ക് 30 വർഷത്തെ തടവും അതിനുശേഷം ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പൊതുസമൂഹത്തെ പോലെ ഞങ്ങളും ഉദ്ദേശിച്ചത് ഈ ഒരു ശിക്ഷയല്ലായിരുന്നു. കാരണം അതിനുവേണ്ടി ഞങ്ങൾ കൂടുതൽ ശിക്ഷ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ആലോചിച്ച ശേഷം ഞങ്ങൾ മേൽ കോടതിയിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ പറയാനുള്ളത്. വീണ്ടും എസ് വിനീഷിലേക്ക്. വിനീഷ്, ഈ വിധിയിൽ ആശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഒരു പൂർണ്ണമായും കുടുംബം തൃപ്തരല്ല. കാരണം പ്രതിക്ക് ശിക്ഷ കിട്ടിയെന്ന് അവർ ആശ്വസിക്കുന്നുണ്ട്. പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തിയതിൽ ആശ്വാസമുണ്ട്. കാരണം നമുക്കറിയാം ഈ പ്രതി മാനസിക രോഗിയാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമൊക്കെ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ആനുകൂല്യം, ആ നിയമത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പല നീക്കങ്ങളും ഉണ്ടായതാണ്. സ്വാഭാവികം. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രതി ബോധപൂർവം നടത്തിയ, സുബോധത്തോടെ നടത്തിയ കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തിയാണ്
സന്ദീപ്, അധ്യാപകനായിരുന്ന സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുകയും ഏറ്റവും ഒടുവിൽ ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തത്. ഇനി എന്തായിരിക്കും അടുത്ത തീരുമാനമെന്നറിയണം. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും പരമാവധി ശിക്ഷ ഇതുതന്നെയാണോ ആവശ്യം? തീർച്ചയായും ടോം, കുടുംബം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. കുടുംബത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു. അപൂർവമായിട്ട് തന്നെ ഈ കേസ് പരിഗണിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും തന്നെ കൃത്യമായി കോടതിയിൽ അവർക്ക് തെളിവുകൾ സഹിതം വാദിക്കാനും ഈ കേസ് വിജയിപ്പിക്കാനും സാധിച്ചപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം തൻ്റെ മകൾക്ക് നീതി ലഭിക്കും, ഈ കൊലയാളിക്ക് തൂക്കുകയർ ലഭിക്കും, അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കും എന്നുള്ള അങ്ങനെ അവർ കരുതിയിരുന്നു. പക്ഷേ ഇന്നാണ് ഇത്തരത്തിലുള്ളൊരു വിധി പ്രസ്താവന ഉണ്ടായത്. പക്ഷേ ഈ കുടുംബം മുന്നോട്ട് വെക്കുന്ന കാര്യം, വിധിയിൽ അവർ പൂർണ്ണമായും തൃപ്തരല്ലെങ്കിൽ പോലും അല്പം ആശ്വാസമാണ്. ജീവിതകാലം മുഴുവനും ഈ പ്രതി ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 30 വർഷമാണ് മറ്റ് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ജീവപര്യന്തം തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാലും ഇയാൾക്ക് ജീവിതകാലം മുഴുവനും കിടക്കേണ്ടി വരും എന്ന് തന്നെയാണ്. അപ്പോൾ എന്നാലും ഇത് പോരാ എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്താണ് പ്രോസിക്യൂഷനും അത്തരത്തിൽ ഉള്ള കാര്യം തന്നെയാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. അതിനുള്ള നിയമ നടപടികളിലേക്കൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ നീങ്ങും എന്നാണ് അറിയുന്നത്. പക്ഷേ എല്ലാ തെളിവുകളും തങ്ങൾക്ക് അനുകൂലം തന്നെ ആയിരുന്നു. ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കി 200 പരം തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയത്. അതിൽ CCTV ദൃശ്യങ്ങളൊക്കെ വളരെ നിർണായകമാണ്. നമ്മൾ അതെല്ലാം നേരത്തെ പറഞ്ഞതാണ്. ആശുപത്രിയിൽ ഈ പ്രതി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പല ആംഗിളിലുള്ള ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വോട്ട് ചെയ്താണ് കോടതിയിൽ കാണിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് ഈ പ്രതി അക്രമശക്തനാകുന്നതും വന്ദനദാസിനെ കുത്തിക്കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ വലിയ തെളിവായി തന്നെ മാറി. അതിലുപരി പ്രതി ആശുപത്രി കിടക്കയിൽ, അതായത് ഈ വന്ദനദാസ് ആശുപത്രിയിൽ പ്രതിയുടെ മുറിവിൽ മരുന്ന് വെക്കുന്ന സംബന്ധം പ്രതി തന്നെ ഒരു ദൃശ്യം പകർത്തിയിരുന്നു മൊബൈൽ ഫോണിൽ. ഈ ദൃശ്യം ഒരു ബന്ധുവിന് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ഇത് വലിയ നിർണായകമായി വലിയ തെളിവായി തന്നെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ കേസിൽ കൊള്ളക്കം സൃഷ്ടിച്ച ഈ വലിയ കേസിൽ സംസ്ഥാനം ഒട്ടാകെ കാതോർത്തിരുന്ന ഈ കേസിൽ ഇന്നാണ് വിധി വന്നത്. ജീവപര്യന്തം കഠിന തടവാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ടോം, എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കുടുംബം. വിനീഷ്, നമുക്കറിയാം അടുത്തിടെ ഒരു കൊലപാതക കേസിൽ ഒരാളെ യുവാവിനെ കൊന്ന ശേഷം പ്രതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത്, ഞാൻ ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും, പിന്നീട് സുഖമായി ജീവിക്കാമെന്ന്. എനിക്ക് തോന്നുന്നു സാധാരണ പല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, കുറച്ച് നാൾ 12 വർഷം അല്ലെങ്കിൽ 14 വർഷം അതല്ലെങ്കിൽ 20 വർഷം. ഇവിടെ നേരത്തെ വിനീഷ് സൂചിപ്പിച്ച പോലെ സന്ദീപിന് പരമാവധി അങ്ങേയറ്റം പോയാൽ 33 വർഷം, അതിനുശേഷം പുറത്തിറങ്ങാൻ. ജയിലിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് സുഖജീവിതമാണ്. അവിടുത്തെ ഭക്ഷണക്രമമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ ഇനി അങ്ങോട്ട് സുഖിക്കാൻ വേണ്ടിയാണ് പലരും പോകുന്നത്. ഈ കൊല്ലത്ത് തന്നെ വിനീഷ് തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട്. അതായത്, കുറച്ചുനാൾ ജയിലിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് സുഖിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് ഒരു ബോംബ് ഭീഷണി മുഴക്കി അങ്ങനെ ജയിലിൽ പോയ ഒരാളുടെ കഥ ഈ അടുത്ത ദിവസം തന്നെ വിനീഷ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു കൊല്ലത്ത് നിന്ന്. അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇതുപോലെയുള്ള കുറ്റവാളികൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു ശക്തമായ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ശക്തമായി ഇടപെട്ട് കഴിഞ്ഞാൽ, ഇതുപോലെ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയും കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മുടെ കോടതികൾ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇതുപോലെ ചിന്തിക്കുന്നതെന്ന കാര്യമാണ് പലപ്പോഴും നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്, വേദനിപ്പിക്കുന്നത്. പക്ഷെ മറുവശം ചിന്തിച്ചു നോക്കിയാൽ, ഗ്രീഷ്മയുടെ കേസ്, അതായത് ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ ആ പ്രണയബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച നീതിപീഠമാണിവിടെ. അവിടെയാണ് മറ്റൊരു യുവതിയെ, ഒരു യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. എങ്ങനെയാണ് ഈ അഭിഭാഷകരൊക്കെ
ഈ വിധിയെ കാണുന്നത്? എങ്ങനെയാണ് വിലയിരുത്തൽ? ടോം, നമുക്കറിയാം പ്രതിഭാഗം വക്കീൽ ചില ബുദ്ധി ഇതിൽ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ വിചാരണ കാലയളവിൽ തന്നെ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പല പഴുതുകളും ഇതിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ പഴുതുകളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ മുന്നമേ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നമേ മനസ്സിലാക്കി പഴുതുകൾ അടച്ച് ഉള്ള ഒരു കുറ്റപത്രം അടക്കമാണ് ഇതിൽ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ടോം നേരത്തെ സൂചിപ്പിച്ചിരുന്നൊരു പോയിന്റാണ്, ഈ പ്രതി മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല നാടകങ്ങളും നടത്തിയിരുന്നു എന്നാണ് നമുക്കറിയാം. ഈ കൃത്യം നടന്നതിന് ശേഷം പ്രതിയെ കൊട്ടാരക്കര പോലീസാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ പോലും ഇയാൾ മാനസിക വിഭ്രാന്തിയുള്ള ആളെ പോലെയാണ് പെരുമാറിയത്. അവസാനം ഇയാളെ അവിടെ നിന്നും പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്കായിട്ടൊക്കെ പിന്നീട് കൊണ്ടുവരുമ്പോഴെല്ലാം ഇയാൾ ശരിക്കും മാനസിക രോഗി എന്ന രീതിയിൽ തന്നെയാണ് ഇയാളുടെ പെരുമാറ്റങ്ങളെല്ലാം. പക്ഷേ ഇതെല്ലാം ഇയാളുടെ ഒരു തന്ത്രമായിരുന്നു. കാരണം ഇയാൾ സ്വഭാവത്തിലല്ല ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയാണ് ചിട്ടയായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ, പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിൽ ഇയാൾക്ക് ഇപ്പോൾ ശിക്ഷ ലഭ്യമായിരിക്കുന്നത്. ടോം, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ഉള്ള ഈ പ്രതിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇയാളെ ജീവിക്കാൻ അനുവദിക്കരുത്, തൂക്കുകയർ തന്നെ നൽകണം എന്നൊക്കെ വലിയ. പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ചില നിയമ സംവിധാനങ്ങളുണ്ട്. ഈ നിയമത്തിന് അടിസ്ഥാനമായിട്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ നടന്നു പോകുന്നതും. എന്തായാലും ഇനി മേൽക്കോടതിയിൽ സമീപിക്കുമ്പോൾ എങ്ങനെയാകും ഈ കോടതിയെ ഈ കേസിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ഈ പരമാവധി ശിക്ഷ തന്നെ ലഭ്യമാകണം എന്നാണ് പറഞ്ഞത്. ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ ഈ പ്രതിക്ക് ലഭ്യമായിട്ടുള്ളതും. ഇയാളുടെ മനോനില പരിശോധിക്കുന്ന തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ മെഡിക്കൽ റിപ്പോർട്ട് അടക്കമുണ്ടായിരുന്നു. തിരുവനന്തപുരത്താണ്. അവിടെ നിന്നും വിദഗ്ധ സംഘം ജയിലിലെത്തുകയും ഇയാളെ കൗൺസിലിംഗ് നടത്തുകയൊക്കെ ചെയ്തു. അപ്പോഴെല്ലാം ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയുള്ള ആളല്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇയാൾ ചില ലഹരിക്കടിമയായിരുന്നു. ലഹരി ഉപയോഗം ഇയാളെ ചില ഭ്രാന്തനെ പോലെ ആക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്നെല്ലാം നമുക്ക് ആദ്യം തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്നത്. ഇയാളുടെ ഫാമിലി അടക്കം ഇയാൾക്കെതിരെ മൊഴി നൽകിയ സാഹചര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കോടതി കൃത്യമായി പരിശോധിച്ചു. അതുപോലെ തന്നെ ഈ വന്ദനദാസിൻ്റെ നോടൊപ്പം ഡോക്ടർ ഉണ്ടായിരുന്നു. ഡ്യൂട്ടി ചെയ്തൊരു ഡോക്ടറെ ദൃക്സാക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി വളരെ നിർണായകമായിരുന്നു. അതുപോലെ തന്നെ ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറുടെ മൊഴി വളരെ നിർണായകമായിരുന്നു. അതുപോലെ റിസപ്ഷനിസ്റ്റുകളായ 2 വനിതകളുണ്ടായിരുന്നു. അവരെ വിസ്തരിച്ചു. ഇതിൽ നിന്നെല്ലാം കൃത്യമായുള്ള തെളിവുകൾ കോടതിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടോം ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വീണ്ടും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ആദ്യം മുതലേ പറയുന്നൊരു കാര്യമാണ്, അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷനും അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് കോടതി കൃത്യമായി നിരീക്ഷിച്ചത് ഈ കൃത്യം നടന്നപ്പോൾ ഈ പ്രതിക്ക് ഈ വന്ദനാദാസുമായിട്ട് മുൻപരിചയമില്ല, മുൻവിരോധമില്ല. അത്തരം സാഹചര്യം നിലനിൽക്കെ ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് കാണാൻ കഴിയില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 302 പ്രകാരം ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലാണ് പ്രതി സന്ദീപിന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ കഴിയില്ലെന്നായിരുന്നു കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. എന്തായാലും വിധിയിൽ ആശ്വാസമെന്ന് പറയുമ്പോഴും പൂർണ്ണമായും തൃപ്തരല്ല വന്ദനയുടെ കുടുംബം. മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ്റെ തീരുമാനം. കൊച്ചിയിൽ ചലച്ചിത്ര നടിക്കുന്നവരെ ലൈംഗിക അതിക്രമം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കലൂർ സ്റ്റേഡിയത്തിന് സമീപം നടക്കാനിറങ്ങിയ ചലച്ചിത്ര നടിക്കുന്നവരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേള കഴിഞ്ഞു.
കളിക്കളം റെഡി. സ്പോട്ട് ലൈവ് തുടരുന്നു. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. ഇറാന്റെ പ്രതിരോധ ആണവ സംവിധാനങ്ങളും പൂർണ്ണമായും തകർത്തെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്ന രാജ്യങ്ങൾ നോക്കണമെന്നും US ഉത്തരവാദിത്തം ഏൽക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. Military maneuver. It's relatively safe, but you need a lot of help in the sense of you need ships, you need volume. And NATO could help us, but they so far haven't had the courage to do so. And others could help us, but, we don't use it. At a certain point, it'll open itself. The strait itself is, we're doing a good job. But it would be nice if the countries, including China, if the countries that use it, China uses it 90% of their energy. Japan is 95% of the energy. It would be nice if those countries would get involved. ഇതിനിടെ US-ന് സൈനിക താവളങ്ങൾ വിട്ടു നൽകിയ ബ്രിട്ടൻ ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ലി പറഞ്ഞു. ശത്രുക്കൾക്ക് നല്ല വർഷമല്ല വരാനിരിക്കുന്നതെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേനിയും വ്യക്തമാക്കി. ആഗോള ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ US ഇറാന്റെ ക്രൂഡ് ഓയിലിനുണ്ടായിരുന്ന ഉപരോധം പിൻവലിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, ട്രംപ് പറയുന്നത് തങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു, ഇറാനെതിരായിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നു എന്നാണ്. അതായത് ഇറാനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയെന്നാണോ അമേരിക്കയുടെ അവകാശവാദം, അതോ ഇറാൻ്റെ പ്രതിരോധം കാരണം യുദ്ധം അവസാനിപ്പിച്ച് പിൻവാങ്ങുകയാണോ? ടോം, ഇപ്പോൾ ട്രംപിൻ്റെ വാക്കുകൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. കാര്യം അദ്ദേഹം ഇപ്പോൾ നിലവിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണെങ്കിലും മുൻപ് നടത്തിയിട്ടുള്ള പ്രസ്താവനകളാണെങ്കിലും അതിനെല്ലാം നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴിയാണ് നിലവിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് US തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിൽ അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുമുണ്ട് അമേരിക്കയുടെ നേട്ടങ്ങൾ. അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും എടുത്തു സൂചിപ്പിക്കുന്നത് ഇറാന്റെ മിസൈൽ കപ്പാസിറ്റി അത് പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾ ഇല്ലാതാക്കി, ഡ്രോൺ സംവിധാനവും തകർത്തു. പിന്നെ ഇറാന്റെ പ്രതിരോധ വ്യവസായ മേഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കി. ഇനി ഇവർക്ക് ദീർഘദൂര മിസൈലുകൾ അല്ലെങ്കിൽ അത്തരം മറ്റ് പ്രതിരോധ സംവിധാനങ്ങളൊന്നും തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ നേവി, എയർഫോഴ്സ്, ആൻറ്റി എയർക്രാഫ്റ്റ് എക്യുപ്മെൻറ്റ്സ് ഇവയെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആണവ സംവിധാനങ്ങളും തകർത്തതായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതും US-ന്റെ ഒരു അറിവോ സമ്മതമോ ഇല്ലാതെ ഇറാൻ ഇനി ഭാവിയിലാണെങ്കിലും ഒരു ആണവ നിലയം, ഒരു ആണവായുധം ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കില്ല എന്നാണ് ട്രംപ് നിലവിൽ തൻ്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്ന കാര്യം. മാത്രമല്ല പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ ഇസ്രായേലാണെങ്കിലും അതുപോലെ UAE, ഖത്തർ, ഒമാൻ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഇവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കാനും തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് നിലവിൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യം പറയുമ്പോഴും ഇപ്പോഴും പശ്ചിമേഷ്യയിൽ ആക്രമണം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ജെറുസലേമിൽ ഇപ്പോൾ നിരവധി ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യ ഇന്ന് രാവിലെ മാത്രം 3 മണിക്കൂറിനിടെ 36 ഡ്രോണുകളാണ് നശിപ്പിച്ചത്. ഇത്തരം നിരവധി ആക്രമണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ എടുത്തു സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യം തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ നിലപാട് വ്യക്തമാക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴി അമേരിക്ക യാതൊരു വ്യവസായവും അതുപോലെ തന്നെ യാതൊരു ഇറക്കുമതിയും നടത്തുന്നില്ല. ഈ ഹോർമുസ് കടലിടുക്ക് വഴി കച്ചവടം നടത്തുന്നത് മറ്റ് രാജ്യങ്ങളാണ്, പ്രധാനമായിട്ടും ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും. അപ്പോൾ ഹോർമുസിൻ്റെ സുരക്ഷ ആ രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് അവർ ഏറ്റെടുക്കണമെന്നും ട്രംപ് ഈ
പോസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്ന കാര്യം അമേരിക്ക വേണമെങ്കിൽ ചില സഹായങ്ങളൊക്കെ ചെയ്തു തരാം, അല്ലാതെ പൂർണ്ണമായിട്ടും ഹോർമുസിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ മുൻവാദങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ട്രംപ് ഇതിനു മുൻപേ പറഞ്ഞുകൊണ്ടിരുന്നത് ഹോർമുസ് വഴി ഗതാഗതം നടത്തുന്ന കപ്പലുകൾക്ക് അമേരിക്ക അകമ്പടി നൽകും, അമേരിക്ക ഇവിടെയുള്ള സുരക്ഷ ഉറപ്പാക്കുമെന്നാണ്. ഇപ്പോൾ ട്രംപ് അതിൽ നിന്ന് പിന്നോട്ട് പോയി ഈ ഹോർമുസിൻ്റെ സുരക്ഷ ഇതുവഴി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരവസ്ഥയുണ്ട്. മാത്രമല്ല, ഈ ആഗോളതലത്തിൽ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില വല്ലാതെ കുതിച്ചുയരുന്ന അവസ്ഥയുണ്ട്. ഇതിന് പ്രധാനമായിട്ടും കാരണം ഈ ഹോർമുസ് വഴിയുള്ള ഗതാഗതം അത് നിലച്ചത് കാരണം തന്നെയാണ്. ഇപ്പോൾ അതിനൊരു താൽക്കാലിക പരിഹാരമായി ട്രംപ് മറ്റൊരു നിലപാട് കൂടി എടുത്തിട്ടുണ്ട്. ഇറാൻ്റെ ക്രൂഡ് ഓയിലിന് അമേരിക്ക ഇതിനു മുൻപേ കടുത്ത ഉപരോധങ്ങൾ വെച്ചിരുന്നു. അപ്പോൾ ഇത് കാരണം ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് വളരെയധികം കുറയ്ക്കുകയും അല്ലെങ്കിൽ പൂർണ്ണമായി നിർത്തുക തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ അമേരിക്ക ആ ഉപരോധം താൽക്കാലികമായി എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇതിനു മുൻപേ റഷ്യൻ ക്രൂഡ് ഓയിലിനുള്ള ഉപരോധം എടുത്തു കളഞ്ഞിരുന്നു. ഇപ്പോൾ ഇറാൻ ക്രൂഡ് ഓയിലിന് മേലുള്ള ഉപരോധം കൂടി എടുത്തു കളയാൻ അമേരിക്ക നിർബന്ധിതമായിരിക്കുകയാണ്. താൽക്കാലികമായിട്ടാണ് ഈ നടപടി എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് കാരണം സമുദ്രത്തിൻ്റെ പല മേഖലകളിൽ പല കപ്പലുകളായി കെട്ടിക്കിടക്കുന്ന 140 മില്യൺ ക്രൂഡ് ഓയിൽ, ഇറാൻ്റെ ക്രൂഡ് ഓയിൽ, അത് വിവിധ രാജ്യങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടും. അപ്പോൾ ഇത് ഈ ക്രൂഡ് ഓയിലിൻ്റെ കുതിച്ചുയരുന്ന വില താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് കുറയാൻ സഹായകരമാകും. ഇത് ഇന്ത്യക്കുൾപ്പെടെ പ്രയോജനം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു ശുഭപ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. എന്നാൽ ട്രംപിന്റെ ഈ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാക്കുകൾ, അതിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇറാനിൽ നിന്നുള്ള പ്രതികരണങ്ങളായി നമുക്ക് ലഭിക്കുന്നത്. അവരുടെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജിതബ ഖമനേയി അദ്ദേഹം പറഞ്ഞത് ശത്രുക്കൾക്ക് ഒരു നല്ല വർഷമല്ല വരാനിരിക്കുന്നതെന്നാണ്. മാത്രമല്ല, അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുന്നത് ചില അയൽ രാജ്യങ്ങൾ, ഇറാന്റെ സൗഹൃദ രാഷ്ട്രങ്ങളായിട്ടുള്ള ഒമാൻ, അതുപോലെ തുർക്കി അടക്കമുള്ള അയൽ രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ ചില വ്യാജ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഇസ്രായേലാണ്, അല്ലാതെ ഇറാൻ അല്ല എന്ന് മുജിതബ ഖമനേയി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു കാര്യം, മുതിർന്ന ചില നേതാക്കളെ കൊലപ്പെടുത്തിയത് കൊണ്ട് ഇറാനിലെ ജനങ്ങളുടെ ആത്മധൈര്യം കെടുത്താമെന്ന് ഒരിക്കലും ശത്രുക്കൾ കരുതരുത് എന്നും മുജിതബ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയായിട്ടാണിത് മാധ്യമങ്ങൾ വഴി പുറത്തു വന്നത്. ഒരു എഴുതിക്കൊടുത്ത പ്രസ്താവനയായിരുന്നു. അല്ലാതെ മുജിതബ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. ഇത് അദ്ദേഹത്തിന് പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നുള്ള സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് നിലവിലെ ഈ നടപടി കൂടി. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ മറ്റൊരു തീർച്ചയായും അതിനിടെ ഈ ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം US UK സൈനിക താവളത്തിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അതായത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത സൈനിക താവളമായിട്ടുള്ള ദ്വീപാണ് ഡീഗോ ഗാർഷ്യയിലേക്കാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ടോം, ഇപ്പോൾ വ്യാപകമായിട്ട് തന്നെ ഈ പരമോന്നത നേതാവിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആക്രമണം എന്ന് പറയുന്നത് ബാഗ്ദാദിലുള്ള US-ന്റെ ഒരു നയതന്ത്ര കേന്ദ്രത്തിന് നേരെ നടന്നിട്ടുള്ള ആക്രമണമാണ്. അതീവ സുരക്ഷാ മേഖലയായിരുന്നു. ഇവിടേക്ക് ഒരു മിസൈൽ അവശിഷ്ടം വന്ന് വീണ് പതിച്ച് വലിയ തീപിടുത്തം ഉൾപ്പെടെ ഉണ്ടാവുകയായിരുന്നു. എന്നാൽ ഇവിടങ്ങളിൽ നിന്നെല്ലാം ആളുകളെ നേരത്തെ തന്നെ ഈ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒഴിപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമുക്ക് മറ്റൊരു വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം വന്നിട്ടുള്ളത് റിയാദിൽ നിന്നാണ്. അവിടെ മിസൈൽ അവശിഷ്ടം പതിച്ച് ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശിയായിട്ടുള്ള രവി ഗോപാലാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. അങ്ങനെ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത പുറത്തു വരുന്നത്. മറ്റ് നിരവധി രാജ്യങ്ങളിലേക്കും ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. UAE ഒക്കെ ഇന്ന് രാവിലെ ഉൾപ്പെടെ നിരവധി ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്തു. സൗദി അറേബ്യ 36 ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ബഹ്റൈനിലും ആക്രമണം ശക്തമാണ് എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ IRGC നിലവിൽ ഈ മുജിതബ ഖമനയുടെ പ്രസ്താവനയ്ക്ക് ശേഷം പറഞ്ഞത് തങ്ങളുടെ 77ാം ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചതായിട്ടാണ്. ഇതനുസരിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലുള്ള 55 ഇടങ്ങളിലുള്ള US-ന്റെയും ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് എന്നാണ് IRGC പുറത്തുവിട്ടിട്ടുള്ള വിവരം. മാത്രമല്ല, ഇപ്പോൾ
ബ്രിട്ടൻ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ US-ന് ഉപയോഗിക്കാം എന്നൊരു അനുമതി കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ സംയുക്ത സൈനിക കേന്ദ്രത്തിൽ ഉൾപ്പെടെ ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഈ ബ്രിട്ടൻ്റെ ഒരു സൈനിക കേന്ദ്രമായിട്ടുള്ള സൈപ്രസ് ദ്വീപിന് നേരെ ഇറാൻ്റെ ആക്രമണം നടന്നിരുന്നു. അന്ന് US-ന്റെ സൈനിക ഉപകരണങ്ങളും അതുപോലെ മറ്റ് ആയുധങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടെന്നുള്ള സംശയത്തിലാണ് ഇറാൻ ആക്രമിച്ചത്. എന്നാൽ അന്ന് ബ്രിട്ടൻ US-ന് ഈ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നില്ല. ഇപ്പോൾ പുതുതായിട്ട് അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇപ്പോൾ സൈപ്രസ് ദ്വീപിൽ ഉൾപ്പെടെ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ ബ്രിട്ടൻ ഭീഷണിയുമായി ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയാണ് ബ്രിട്ടൻ ഒരു ഭീഷണി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ എക്സ് അക്കൗണ്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബ്രിട്ടനിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇസ്രയേലും അമേരിക്കയും ഇറാന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പൂർണ്ണമായിട്ടും എതിരാണ്. പ്രധാനമന്ത്രിയായിട്ടുള്ള കീർ സ്റ്റാർമർ ഇത്തരമൊരു നീക്കം നടത്തിയതിലൂടെ സ്വന്തം രാജ്യത്തുള്ള ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുകയാണ് എന്നാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശം വന്നിട്ടുള്ളത്. എന്തായാലും ഈ സൈപ്രസ് ദ്വീപിൽ ഉൾപ്പെടെ ആക്രമണം നടക്കുമെന്നത് അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ ഇതിന് തുടർ പ്രതികരണമായി ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ട്രംപ് ഈ ബ്രിട്ടൻ ഈ സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞതിൽ അത്ര തൃപ്തനല്ലാത്ത ഒരു മറുപടിയാണ് നൽകിയത്. അദ്ദേഹം പറഞ്ഞത് ആദ്യഘട്ടത്തിൽ അവർ ഈ സൈനിക താവളങ്ങൾ തങ്ങൾക്ക് നൽകാൻ തയ്യാറായിരുന്നില്ല, ഇപ്പോൾ നൽകുന്നത് കൊണ്ട് വലിയ കാര്യമില്ല, US തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കരികിലെത്തി എന്നുള്ള തരത്തിലാണ് ട്രംപിൻ്റെ പരാമർശം കൂടി വന്നിരിക്കുന്നത്. അതിനിടെ ഇന്നലെ ഓഹരി വിപണിയിൽ ഒരു ചെറിയ കയറ്റമുണ്ടായിരുന്നു. അതോടൊപ്പം എണ്ണ വിലയിൽ ചില നിയന്ത്രണങ്ങൾക്കുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. സ്വർണ്ണവില കുറഞ്ഞിരുന്നു. പക്ഷേ ഇത് വീണ്ടും തിരിച്ചു കയറുന്നു. അതായത് ഓഹരി വിപണിയുടെ തകർച്ച ഉണ്ടാകുന്ന ചില സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. എണ്ണവില വീണ്ടും വർദ്ധിക്കുന്നു. സ്വർണത്തിന് വില തകരുന്ന സാഹചര്യം എന്താണ്? അത്തരം ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ട് ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളാണോ വീണ്ടും വിപണിയെ അടക്കം ബാധിക്കുന്നത്? ആഗോളതലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുകൂടി അറിയണം. ഇപ്പോൾ നിലവിൽ ഈ കയറ്റിറക്കങ്ങൾ അതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ തന്നെയാണ്. ഈ ബ്രന്റ് ക്രൂഡ് ഓയിലിന് ഇന്ന് രാവിലെയുള്ള ഒരു വില എന്ന് പറയുന്നത് $112 പെർ ബാരൽ എന്നുള്ള കണക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. 112 ഇന്നത്തെ നിരക്കെന്ന് പറയുന്നത്. ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നത് കൊണ്ട് തന്നെയാണ് ഈ സ്വർണത്തിൻ്റെ വില താഴേക്ക് വരുന്നത്. ഈ ക്രൂഡ് ഓയിലിൻ്റെ വില അത് ഇപ്പോൾ നേരത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 40% മുകളിലുള്ള വർധനവാണ് നിലവിൽ തന്നെ ക്രൂഡ് ഓയിലിന് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള കണക്കിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പല രാജ്യങ്ങളുടെയും സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ക്രാഷ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. ഇത് പല വിദഗ്ധരും സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം അത് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ തന്നെയും ഈ ചരക്ക് ഗതാഗതം ഉൾപ്പെടെ പഴയ രീതിയിലാകുന്നതിന് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മറ്റ് കാര്യങ്ങൾ പഴയതുപോലെ ആകണമെങ്കിൽ അത് കുറച്ചുകൂടി സമയം എടുക്കുമെന്നാണ് പല വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗതാഗതം നടന്നാലും ആശ്വസിക്കാറായിട്ടില്ല. ഈ സ്ഥിതിഗതികൾ അത് പഴയതുപോലെ ആകണമെങ്കിൽ കൂടുതൽ സമയം തീർച്ചയായിട്ടും വേണ്ടിവരും. ഇപ്പോൾ ജപ്പാന്റെ ചില വ്യാപാര കപ്പലുകൾ അത് ഹോർമുസ് വഴി ഗതാഗതം നടത്താൻ വേണ്ടി ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധേയമായി എടുത്ത് നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജപ്പാൻ കഴിഞ്ഞ ദിവസം ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം ഇപ്പോൾ UK, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളുടെ കൂടെ ഈ ഇറാന്റെ പ്രവൃത്തികളെ അപലപിച്ചുകൊണ്ട് ഒരു സംയുക്ത പ്രസ്താവനയിൽ ജപ്പാനും ഭാഗമായിരുന്നു. മാത്രമല്ല ഹോർമുസ് വഴിയുള്ള ഗതാഗതം അത് സുരക്ഷിതമാക്കാൻ വേണ്ടി ജപ്പാന്റെ ഭാഗത്തു നിന്ന് പങ്കാളിത്തം ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇറാൻ ജപ്പാന്റെ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി ഗതാഗതം നടത്താമെന്ന് ഒരു അനുമതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അത് തീർച്ചയായിട്ടും ജപ്പാൻ ഉൾപ്പെടെ ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാലും അത് പൂർണ്ണമായിട്ടും ഒരു ആശ്വാസജനകമായിട്ടുള്ള കാര്യമല്ല. ഇന്ത്യയുടെ കാര്യമടക്കം പ്രതിസന്ധിയിലുണ്ട്. നിരവധി ഇന്ത്യൻ കപ്പലുകൾക്കടക്കം ഹോർമുസ് വഴി ഗതാഗതം നടത്തേണ്ട സ്ഥിതിയുണ്ട്. ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ ഉൾപ്പെടെ ഇറാനോട് ഇന്ത്യ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിരന്തര സമ്പർക്കം പുലർത്തുകയാണ്. എന്തായാലും ഈ ഇറാൻ ക്രൂഡ് ഓയിലിന് മേലുണ്ടായിരുന്ന ഉപരോധം പിൻവലിച്ചത് അത് ഇന്ത്യക്കടക്കം ഒരു ഗുണകരമാകാനുള്ള സാഹചര്യമുണ്ട്. ഈ ക്രൂഡ് ഓയിൽ വിലയടക്കം ക്രമാതീതമായി ഉയരുന്നതിൽ അതും ഒരു ആശ്വാസജനകമായിട്ടുള്ള ഫാക്ടർ ആയേക്കാം.
വ്യക്തമാണ്. അജയ് സുധ ബിജുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനിയേറെ സങ്കടകരമായൊരു വാർത്തയാണ് കൊച്ചി വടുതയിൽ നിന്നും ഇന്ന് രാവിലെ കേട്ടത്. വടുതലയിൽ ഒരു കുടുംബത്തിലെ 5 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂട്ടാത്മഹത്യയ്ക്ക് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളെന്നാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ച ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശിനി അശ്വതി, ഇവരുടെ അമ്മ ശ്രീകുമാരി, അശ്വതിയുടെ 3 മക്കൾ എന്നിവരടക്കം 5 പേരെയാണ് വടുതലയിലെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. 14, 5, 2 വയസ്സുള്ള കുട്ടികളെ വിഷം കൊടുത്ത് കൊന്ന ശേഷം അശ്വതിയും അമ്മയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യ കുറിപ്പ് എഴുതിയിട്ടില്ല. അപ്പോൾ അവരുടെ ഫാമിലി എന്തൊക്കെ ഡിസ്പ്യൂട്ടാണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ള തരത്തിലാണ് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചത്. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് ഒരു സുമാർ 2 മാസം മുന്നേ ഹാങ് ചെയ്തിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇവരാണെന്നുള്ള ഉത്തരവാദി ഇവരാണെന്നുള്ള തരത്തിൽ ബ്ലെയിം ചെയ്തു എന്നൊക്കെയുള്ള തരത്തിലാണ് സൂയിസൈഡ് നോട്ടിൽ എഴുതി വെച്ചത്. 2 മാസമായിട്ട് അശ്വതി എസ് നായർ എന്ന് പറഞ്ഞ ലേഡിയും എൻ്റെ അമ്മയും 3 കുഞ്ഞുങ്ങളും കൂടിയാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത്. ട്രീറ്റ്മെൻറ്റ് ഭാഗത്താണ് വന്ന് താമസിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചത്. ഇപ്പം നിലവിൽ 2 പേര് തൂങ്ങിയ നിലയിലും അശ്വതി എസ് നായരും എൻ്റെ അമ്മയും തൂങ്ങിയ നിലയിലും 3 കുഞ്ഞുങ്ങൾ കട്ടിലും മരിച്ചു കിടക്കാനായിട്ട് കാണാൻ സാധിച്ചത്. ഇവര് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ആസ്റ്റർ മെഡിസിറ്റിയിൽ വന്നതാണ്. രാവിലെ തൊട്ടപ്പുറത്ത് ഈ ഓണറിന്റെ ചേട്ടന്റെ മോനാണെന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കണ കണ്ടത്. ഡീറ്റെയിൽസ് ഒന്നും നമുക്കും ആർക്കും പരിസരവാസികൾക്ക് അറിയില്ല എന്താണെന്ന്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ അയൽവാസി ജനലിലൂടെ നോക്കിയപ്പോഴാണ് 5 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഏറെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. കുടുംബ പ്രശ്നമാണ് സംഭവത്തിന് പിന്നിലെന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ടോമ, ഇന്ന് അതീവ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു രാവിലെ ഉണ്ടാകുന്നത്. കാരണം ഒരു വീട്ടിലെ 5 പേരെ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന രീതിയിൽ തുടർന്ന് പോലീസിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഇത് ആത്മഹത്യ എന്ന് വ്യക്തമാകുന്നു. സമീപവാസി അവരെ തൊട്ടടുത്ത വീട്ടിലേക്ക് അദൃശ്യമായി നോക്കുമ്പോൾ അവരുടെ ജനലിലെ വഴി നോക്കുമ്പോൾ അവിടെ തൂങ്ങിയ നിലയിൽ 2 ശരീരങ്ങൾ കാണുന്നുവെന്നതാണ്. ഉടൻ തന്നെ ഇയാൾ പോലീസിനെയും കൗൺസിലറെയും എല്ലാം തന്നെ അറിയിക്കുന്നു. അതിനുശേഷമാണ് ഈ പരിശോധനകളിലേക്ക് കടക്കുന്നത്. അപ്പോൾ അവിടെ വാടകയ്ക്ക് നൽകിയിരിക്കുന്നു, ആ ഒരു വലിയ വീടാണ്, അത് ഈ അടുത്ത കാലത്ത് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു എന്നൊരു വിവരം ആ സമീപവാസികൾക്കുണ്ട്. പക്ഷേ അവർ ആരാണോ എന്താണോ, കുട്ടികളുണ്ട്, 3 കുട്ടികളുണ്ട് എന്നത് മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. ഇവർ പോയി വരുന്നതെല്ലാം കാണാം. അവിടെ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നതാണ് എന്ന വിവരവും അറിയാം. ഇത്ര മാത്രമേ ഈ കുടുംബത്തെക്കുറിച്ച് അറിയുള്ളൂ. ഒരു മറ്റു പശ്ചാത്തലങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് എല്ലാവരും ഇതിൽ, കാരണം ഇതിൽ ആർക്കും ഒന്നും തന്നെ അറിയില്ല ഇവരെക്കുറിച്ച്. തുടർന്ന് പോലീസ് വരികയും പരിശോധന നടത്തുകയും എല്ലാം ചെയ്തിട്ടാണ് പിന്നീട് എന്താണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത്. ഇവരൊരു ആത്മഹത്യാക്കുറിപ്പടക്കം പോലീസിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. നേരത്തെ സെൻട്രൽ ACP പറഞ്ഞതുപോലെ ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഇവരുടെ ഒരു കുടുംബത്തിൽ, ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള നിരന്തരമായ കുറ്റപ്പെടുത്തലും അവഹേളനങ്ങളും സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് അതിൽ സൂചനയുണ്ടെന്നാണ് പറയുന്നത്. ഭർത്താവ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം ഇവർക്ക് ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അശ്വതി നായർക്ക് അവർക്ക് വലിയ രീതിയിൽ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ തന്നെ വലിയ ആരോപണങ്ങളടക്കം കേൾക്കേണ്ടി വന്നു. വിളപ്പിൽശാല സ്വദേശികളാണ് ഇവർ. വിളപ്പിൽശാലയിൽ അവിടെ ഒരു വീടുണ്ടായിരുന്നു. അത് വാടകയ്ക്കോ പണയത്തിനോ നൽകിയ ശേഷമാണ് ഇവരിവിടേക്ക് വരുന്നത്. ഇവർ 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയുമാണ് ഇവർക്കുള്ളത്. 14, 5, 2 വയസ്സ് പ്രായമുള്ള കുട്ടികൾ. ഇതിൽ ഒരു കുട്ടിയുടെ ചികിത്സാർത്ഥമാണ് ഇവർ കൊച്ചിയിലേക്ക് വന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തുകയായിരുന്നു. ഈ വിവരങ്ങളാണ് പ്രാഥമികമായിട്ട് ആളുകൾക്ക് അറിയാവുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്നത് അവരൊരു അന്വേഷണത്തിൽ കണ്ടെത്തിയതും ഈ ആത്മഹത്യാക്കുറിപ്പ് സംബന്ധമായ അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പോലീസ് പറയുന്നത്. ഇവർ ഈ ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് കേൾക്കേണ്ടി വന്ന വലിയ രീതിയിലുള്ള ശകാരങ്ങളും ഈ ആക്ഷേപങ്ങളും എല്ലാം ഉണ്ട്. അതിൽ മനം നൊന്താണ് കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്തതെന്നതാണ് പറയുന്നത്. കുട്ടികളെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു അവർ 3 പേരുടെയും ശരീരങ്ങൾ. അവർ വന്ന് വാതിൽ തുറക്കുമ്പോൾ അതിൽ ബെഡിൽ കിടത്തിയിരിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് അശ്വതി. അങ്ങനെ ആത്മഹത്യക്കുറിപ്പിൽ ആരുടെയെങ്കിലും പേര് പരാമർശിക്കുന്നുണ്ടോ? ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് മാനസിക പീഡനം ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിന്
ചികിത്സാ സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ എത്തിയതാണ്. മറ്റേതെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഇവരെ അലട്ടിയിരുന്നോ? ടോം, ഇതിൽ സാമ്പത്തികമായി ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ച് ആ ഒരു വീട്, വലിയ വീട്, പോലീസിനോട് നമ്മൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ചോദിച്ചിരുന്നു. മാധ്യമപ്രവർത്തകർ അന്വേഷിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രാഥമികമായ നിഗമനം അത്ര ബുദ്ധിമുട്ട് അവർക്കുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. ആ ഒരു വീട് വാടകയ്ക്കെടുക്കും, വലിയ വീടാണ്, അത് വാടകയ്ക്കെടുക്കുകയും അതുമായിട്ട് 2-3 മാസമായിട്ട് അത് വാടക കൊടുത്തെല്ലാം തന്നെ പോകുന്നു. അതിൻ്റെ ഉടമസ്ഥർ വിദേശത്താണ്. അവരുടെ മറ്റൊരു സഹോദരനാണ് സമീപത്ത് താമസിക്കുന്നത് ഈ വാടക വീടിൻ്റെ. അപ്പോൾ അവരുമായിട്ടാണ് ഡീല് നടത്തിയിരുന്നത്. അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങളുള്ളതായിട്ട് ഇവരിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി ഇവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്, അതിൻ്റെ ആധാരം ചെയ്യുന്ന സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഈ കത്തിൽ ചില സൂചനകളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് പ്രാഥമികമായ അന്വേഷണത്തിൽ പോലീസിന് തോന്നിയിട്ടില്ല എന്നതാണ് പറയുന്നത്. ഈ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നത് അവർക്ക് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കത്തിൽ പറയുന്നത്. കത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ടോം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പേര് വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയും അതിൽ പോലീസ് അത് വ്യക്തമായിട്ട് പറയുന്നില്ല. കാരണം കൂടുതൽ ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. കൂടുതൽ അന്വേഷണം നടത്തുന്നത്, കാരണം ഒരു വ്യക്തിഹത്യ എന്ന രീതിയിലേക്ക് പോകാതെ വസ്തുനിഷ്ഠമായതിൽ സംബന്ധിയായ കാര്യങ്ങൾ ഒരു അന്വേഷണം നടത്തണം എന്നതാണ് പോലീസ് പറയുന്നത്. കത്തിൽ പറഞ്ഞിരിക്കുന്ന സൂചനകൾ മാത്രമാണ് പോലീസ് പറഞ്ഞത്. ഈ രീതിയിലുള്ളൊരു കാരണങ്ങൾ സ്വാഭാവികമായും ഈ ആത്മഹത്യ സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് 3 കുട്ടികളെ ഇല്ലാതാക്കി ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ അതിനൊരു കാരണം വലുതാവണം. അതുകൊണ്ടാണ് അത്തരം കാരണങ്ങളുടെ ചെറിയ സൂചനകൾ പോലീസ് നൽകുകയും ചെയ്തത്. ആത്മഹത്യാക്കുറിപ്പിൽ അത്തരം സൂചനകളാണ് നൽകിയിരിക്കുന്നത്. തങ്ങൾക്ക് നൽകേണ്ടി വന്ന ഈ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങൾ, അതിനെ തുടർന്നാണ് ഈ രീതിയിലേക്ക് ജീവൻ ഒടുക്കുന്നത് എന്നതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ പോലീസ് ഒന്നുകൂടി അന്വേഷണം നടത്തുന്നുണ്ട്. അത് മാത്രമാണോ കാരണം എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നു. ആ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അതാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷമുള്ള ആത്മഹത്യ. ഈ സമീപ നാളുകളിൽ കൊച്ചിയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത 1-2 വാർത്തകളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കടമക്കുടിയിൽ കുഞ്ഞുമക്കളെ കൊലപ്പെടുത്തി ദമ്പതികൾ ജീവനൊടുക്കിയ കേസും, അങ്കമാലിയിൽ മക്കളെ കൊലപ്പെടുത്തി ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ വേദന ഉണ്ടാകും. കാരണം ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളവരാണ്. ഈ ഒരു വലിയ സന്തോഷം പകരുന്നവരാണ് കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ. അവിടെയാണ് അവരുടെ ജീവൻ ഇല്ലാതാക്കുന്നത്. അത് ഏത് ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഇങ്ങനെ ചിന്തിക്കുക എന്ന് ഒരുപക്ഷെ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. അങ്ങനെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത്, അല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കി തന്നെ അവർ ഇവിടെ എത്തിയതാണോ? ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശത്തോടെ എത്തിയതായിരിക്കുമോ? അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു മാനസിക പ്രയാസങ്ങളോ ആയിരിക്കുമോ ഈ കൂട്ട മരണത്തിലേക്ക് നയിച്ചത്? ടോം, ഇതിൽ പോലീസ് നൽകുന്ന ചില സൂചനകൾ, അതോടൊപ്പം തന്നെ ചില ഔദ്യോഗികമായ ചില വിവരങ്ങൾ, ഇതെല്ലാം പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത് ഇവർക്ക് നാട്ടിൽ ഈ രീതിയിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ഈ ശകാരങ്ങളും കാര്യങ്ങളുമെല്ലാം അവരെ ഇവിടേക്ക് മാറാനായിട്ട്, ചികിത്സയാണെങ്കിൽ കൂടിയും അവിടെ നിന്ന് മുഴുവനായിട്ട് തന്നെ മാറി നിൽക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാമെന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചികിത്സയുടെ പേരിലാണെങ്കിൽ കൂടിയും നാട്ടിൽ നിന്ന് ഇവിടേക്ക് മാറുന്നു, വെളുപ്പിൽശാലയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നതും. പക്ഷേ ആ ഒരു ട്രോമ അവരെ പിന്തുടരുന്നുണ്ട്. ഭർത്താവിൻ്റെ മരണവും അത് സൃഷ്ടിച്ച ആഘാതവും, അതിനൊപ്പം തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരവാദി താനാണ് എന്ന് ഭർത്തൃ വീട്ടുകാരിൽ നിന്നുള്ളൊരു ശകാരവും ആക്ഷേപവും എല്ലാം അവരെ നിരന്തരം പിന്തുടരുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ അമ്മയ്ക്കും അതുപോലെ തന്നെ ഉണ്ടാകാം, ഈ അശ്വതിയുടെ അമ്മയ്ക്കും. അവർ കുട്ടികളിലേക്ക് അത് എത്രത്തോളം എത്തിയിട്ടുണ്ടാകും അത് അറിയില്ല. ചെറിയ കുട്ടികളാണ്, 14 വയസ്സാണ്. ആ കൂട്ടത്തിൽ 3 പേരിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾ 14കാരനാണ്. അതിൽ മറ്റുള്ള ആൾ 5 വയസ്സും 2 വയസ്സുമുള്ളവരാണ്. എങ്ങനെയാണ് നമുക്കറിയാം, കാരണം നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആഗ്രഹങ്ങളോടുകൂടി എല്ലാം തന്നെ ഉണ്ടാകുന്ന അവരെ ഇല്ലാതാക്കുകയാണ് പൂർണ്ണമായും തന്നെ. എങ്ങനെയാണ് അത് നീതീകരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വിശദമാക്കേണ്ടതെന്ന് അറിയത്തില്ല. 3 പേരും ഇല്ലാതാവുന്നു. 3 പേരുടെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. ഒരുപക്ഷെ തങ്ങൾ മരിക്കാൻ തീരുമാനിക്കുന്നു, അതിനുശേഷം ഇവർക്ക് ആരെന്ന ചിന്തയായ പലതിനും ഈ കുട്ടികളെ കൂടി ഒപ്പം കൊണ്ടുപോകാനെല്ലാം പ്രേരിപ്പിക്കുന്നതും അതാണ്. എത്രത്തോളം
അത് മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന സംഭവങ്ങളാണ്. എന്തായാലും 3 പേരുടെയും മരണം ഉറപ്പാക്കിയ ശേഷമാണ്, വിഷം നൽകി മരണം ഉറപ്പാക്കിയ ശേഷമാണ് ഈ ഇരുവരും ആത്മഹത്യ ചെയ്യുന്നത്. ഇവിടേക്ക് വന്നത് കുട്ടിയുടെ ചികിത്സാർത്ഥമാണെങ്കിൽ കൂടി 3 മാസങ്ങൾക്കിപ്പുറത്തേക്ക് വരുമ്പോൾ അവരെ വിടാതെ ആ ഒരു ട്രോമ പിന്തുടരുന്നു എന്നത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം വീണ്ടും ഫോണിലൂടെയും മറ്റും തുടർന്നിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് പോലീസ് അത്തരം ഫോൺ റെക്കോർഡുകളും കാര്യങ്ങളും എല്ലാം തന്നെ എന്തുകൊണ്ട് കാരണം ഇത് ഈ രീതിയിലേക്ക് ആത്മഹത്യയിലേക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് എത്തിയതാവാൻ വഴിയില്ല എന്നത് എന്താണ് ഈ കൂട്ടമരണത്തിന് കാരണമെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് BLOയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൊഗ്രാൽ പുത്തൂർ സ്വദേശിയും ചർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ സവാദാണ് മരിച്ചത്. സവാദിന്റെ മരണത്തെ പ്രതിഷേധിച്ച് ബന്ധുക്കളും കുടുംബാംഗങ്ങളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതേസമയം സവാദിന്റെ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നു, കടുത്ത മാനസിക സമ്മർദ്ദമുണ്ട് എന്നായിരുന്നു ആത്മഹത്യക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. ബൈജു, നമുക്കറിയാം ഈ സാധാരണ ഈ BLOമാർക്ക് വലിയ ജോലിഭാരവും മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിലും ജോലി സമ്മർദ്ദം എന്തെങ്കിലും ആണോ ഈ സവാദിൻ്റെ ആത്മഹത്യക്ക് കാരണം, അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങളാണോ? തമേ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംശയം സ്വാഭാവികമായി ഉയർന്നു വരും. പക്ഷേ ഇതിലൊരു അന്വേഷണം വേണ്ടിവരും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കൃത്യമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് ഈ ജോലി സമ്മർദ്ദം, അമിത ജോലിഭാരം, അത്തരത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണോ ഇദ്ദേഹം മുഹമ്മദ് സവാദ് എന്ന് പറയുന്ന ഇയാൾ ജീവനൊടുക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. ഏതായാലും നാട്ടുകാരും സുഹൃത്തുക്കളും വലിയ തോതിൽ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇവർ പറയുന്നത് പ്രധാനമായും ഇത്തരത്തിൽ വലിയ ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു, തങ്ങളോടൊക്കെ പങ്കുവച്ചിരുന്നു ആ കാര്യമെന്നാണ്. പക്ഷെ ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ വ്യക്തമായി ഈ ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നില്ല. പക്ഷെ അതിൽ പറയുന്ന ചില വാചകങ്ങൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ചിന്തിക്കേണ്ടി വരുന്നു, അതോടൊപ്പം കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടെന്നൊക്കെയുണ്ട്. അതുകൂടാതെ ഒരു പിതാവും അതുപോലെ തന്നെ മാതാവും 2 സഹോദരങ്ങളാണുള്ളത്, അവരെ നന്നായി നോക്കണം തുടങ്ങിയ കുറെ കാര്യങ്ങൾ ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അതിലെവിടെയും ജോലി സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ, അതല്ലെങ്കിൽ ഈ മറ്റ് വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കൃത്യമായി ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നില്ല. അപ്പോൾ എന്തിനാണ് മുഹമ്മദ് സവാദ് എന്ന് പറയുന്ന അധ്യാപകൻ ജീവനൊടുക്കുക എന്ന ചോദ്യമാണ് വരുന്നത്. ഈ ഉത്തരം കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് ഇദ്ദേഹത്തിന്റെ പുതിയൊരു വീട് പണിയുന്നത്. ആ വീട്ടിലേക്ക് സ്കൂട്ടർ എടുത്ത് ആ വീട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ പിന്നീട് തിരിച്ചു വരാത്തതിനെ തുടർന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും നടത്തിയ തെരച്ചിലാണ് മൊഗ്രാൽ പുഴയിൽ ഇങ്ങനെ അവശനായ നിലയിൽ ഇദ്ദേഹത്തെ കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അവിടെ ജീവൻ രക്ഷിക്കാനായില്ല, അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യമാണത്. പിന്നീട് വലിയ തോതിൽ അവിടെ സംഘർഷമുണ്ടായി. ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തെത്തണം, ഇതിൽ കൃത്യമായ ഉത്തരം നൽകണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. അങ്ങനെ RDO എത്തി ഇവരോട് സംസാരിച്ചു. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി കാരണം കണ്ടെത്തുന്ന ഉറപ്പ് നൽകിയതിനു ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് നടപടികൾക്കും മറ്റുമായി പുറത്തേക്ക് കൊണ്ടുപോയത്. ഏതായാലും ജില്ലാ കളക്ടറുടെ ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ മികച്ച ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് തഹസിൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അർഹമായ ആനുകൂല്യം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്തും. അന്വേഷണം നടത്തി കൃത്യമായ കാരണം കണ്ടെത്തുമെന്നും ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. പ്രാഥമികമായി ജില്ലാ കളക്ടറുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തിപരമായ ചില കാരണങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നൊരു സൂചന നൽകുന്നു. പക്ഷേ അത് ഇപ്പോൾ സ്ഥിരീകരിക്കാനായിട്ടില്ല. ഈ ജോലി സമ്മർദ്ദമുണ്ടെന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആരോപിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗുരുതരമാണ്, ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പും അതോടൊപ്പം കുടുംബങ്ങളെയും മൊഴി രേഖപ്പെടുത്തും. പക്ഷേ അതിനെല്ലാം ഈ മൃതദേഹ സംസ്കാരം ഒക്കെ കഴിഞ്ഞായിരിക്കും പോലീസ് അത്തരം നടപടികളിൽ കടക്കുക. കുമ്പള പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുക. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിന് നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ജീവനൊടുക്കിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരത്തിലുള്ള സംശയം ഉയരും. പ്രത്യേകിച്ച് ഇന്ന് പ്രധാനപ്പെട്ട ചില ഈ വികലാംഗരുടെയും അതുപോലെ തന്നെ വയോജനങ്ങളുടെയും ഒക്കെ ഫോറം പൂരിപ്പിക്കേണ്ട അവസാന തീയതിയാണ്. അത്തരത്തിൽ ജോലി ഭാരം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. പക്ഷെ അത് തന്നെയാണോ ഈ ഒരു ജീവനെടുക്കാൻ കാരണം? ഒരു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട സമയത്ത് അങ്ങനെ ഒരു ജീവനെടുക്കാൻ കാരണമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ബന്ധുക്കളോടോ പ്രിയപ്പെട്ടവരോടോ ഇതുമായി ബന്ധപ്പെട്ട് ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് ഈ സവാദ് പറഞ്ഞിരുന്നോ? മാത്രമല്ല ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ നിലപാട് എന്താണ്? വലിയ പ്രതിഷേധം ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
ഇവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? തീർച്ചയായും ടോബെ, മുഹമ്മദ് സവാദിന്റെ സഹോദരൻ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി ഒരു കാരണം കണ്ടെത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതിൽ നാട്ടുകാരാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ആരോപണവുമായി രംഗത്ത് വന്നത്. അതോടൊപ്പം ബന്ധുക്കളും അത്തരത്തിൽ പ്രതികരണം തന്നെ അവർ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ രോഷാകുലരായാണ് ആശുപത്രി പരിസരത്ത് ഇവരൊക്കെ എത്തിയിരുന്നത്. വലിയ തോതിൽ പോലീസ് എത്തി പിന്നീട് ഇവരെ സമാധാനിപ്പിക്കുകയായിരുന്നു. വലിയ തോതിൽ സംഘർഷാവസ്ഥ ഈ ഒരു ആശുപത്രിക്ക് മുൻപിൽ, ജനറൽ ആശുപത്രി, കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുൻപിൽ മണിക്കൂറുകളോളം വലിയ സംഘർഷാവസ്ഥയായിരുന്നു. കൂടുതൽ പോലീസ് വന്നാണ് ഈ സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. പിന്നീടാണ് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിട്ടു നൽകില്ല. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി സംഭവത്തിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണമെന്ന് പറയണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ഇവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഏറ്റവും ഒടുവിൽ RDO ഇതിൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നു. കൃത്യമായ അന്വേഷണം ഉണ്ടാവും. ഈ ജോലി സമ്മർദ്ദം തന്നെയാണോ ഇദ്ദേഹത്തിന് ആത്മഹത്യ കാരണം, അതല്ല വ്യക്തിപരമായ എന്തെങ്കിലും കാരണമുണ്ടോ? ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ വീടൊക്കെ പണിയുന്ന ഒരു സമയമാണ്. അങ്ങനെ ജീവിതത്തിൽ അത്തരത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ എന്തിനാണ് ഇങ്ങനെ ഈ സവാദ് ജീവനൊടുക്കാൻ കാരണമായത്? അത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ കുമ്പള പോലീസ് വിശദമായ അന്വേഷണം നടത്തി ഇതിൽ ഉത്തരം കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനിടയിലാണ് ജില്ലാ കളക്ടർ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തി വർക്കുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രശംസിച്ചുകൊണ്ട് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. ഏറെ സങ്കടകരമായ വാർത്തയാണ് കുടുംബത്തെ സംബന്ധിച്ച്. കാരണം ഒരു ചെറുപ്പക്കാരനാണ്, അധ്യാപകനാണ്, ഒരു കുടുംബത്തിൻ്റെ എല്ലാമായിരുന്ന വ്യക്തിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ജോലി സമ്മർദ്ദമാണ് BLO സവാദിൻ്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് കുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും ആരോപണം. റിപ്പോർട്ട് ലൈവ് പൂർണ്ണമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.